എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ ആതു. ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ ആതു. ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വീതം ആർക്കു ചിന്തിച്ചറിയാം എനിക്കാവതില്ലേ അതിൻ ആഴമളന്നിടാൻ എത്ര ബഹുലമതു. എനിക്കാവതില്ലേ അതിൻ ആഴമളന്നിടാൻ എത്ര ബഹുലമതു. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം അല്പസമയം ഉറങ്ങുവാനും ഉണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. സൗഖ്യത്തോടും സമാധാനത്തോടും സുബോധത്തോടും എഴുന്നേൽപ്പിച്ച എൻ്റെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്നവരെ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അങ്ങയുടെ പാദപിടിച്ചിലോട്ടൊന്ന് കൊണ്ടുതരട്ടെ കർത്താവേ. അങ്ങയുടെ സന്നിധാനം ചാർന്ന് വരുന്ന ഞങ്ങളെ എല്ലാം അവിടുന്ന് മാനിക്കുന്ന ദൈവം, കരുതുന്ന ദൈവം. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയിട്ടത് നിശ്ചയം ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ അത്ഭുതം അതിശയമായി കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, സ്തോത്രം. പിന്നെയും നടത്തുവാൻ ഞങ്ങളെ സർവ്വശക്തനായ നല്ല പിതാവ് ഉള്ളതോർത്ത് നന്ദി പറയട്ടെ. അങ്ങയുടെ പാദപീഠത്തിലോട്ടാണ് ചാർന്ന് വരുന്നത്. ഞങ്ങളെ സമ്പൂർണ്ണമായും രാവിലെ സമയം സമർപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല കുറവുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണമേ. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ. അപ്പാ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും കൂടെയിരിക്കണം. ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിനേൽപ്പിക്കാൻ സൂക്ഷിക്കണം. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും പരിപാലിക്കണം. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ കാത്തുകൊള്ളുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമാർന്ന ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം, സമാധാനം, സന്തോഷം, സൗഖ്യം തന്ന് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവിയും അവരുടെ വിദ്യാഭ്യാസവും ഏൽപ്പിക്കുന്നു. ജയത്തോടും അനുഗ്രഹത്തോടും അവരെ നടത്തണമേ കർത്താവേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളും മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, OET, IELTS ജർമ്മനും പഠിക്കുന്നവർ, പ്രൊമറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, എൻ്റെ കർത്താവേ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കൾ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവർ, ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, മെഡിക്കൽ കഴിഞ്ഞ് നിൽക്കുന്നവർ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലോട്ട് സമർപ്പിക്കുകയാണ്. സകല വഴികളും ഓരോ മക്കൾക്കും തുറന്നു കൊടുക്കണമേ അപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹാലിൽ പരീക്ഷയ്ക്ക് എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അമലിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലിൽ എൻ്റെ കൂട്ടുകാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നല്ല ജയം നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരാഗ്രഹിച്ച തുറമുഖത്ത് എത്തിച്ചേരാൻ സകല വഴികളും തുറക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് ഓരോ മക്കളെയും അടിയൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും അപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവെ, പ്രത്യേകിച്ച് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഉപജീവനമാർഗം ആഗ്രഹിക്കുന്ന തൻ്റെ മക്കൾക്ക് മുൻപിൽ സ്വർഗത്തിലെ അപ്പച്ചൻ വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിക്കണം. ഈ ജനുവരി മാസം തീരുന്നതിന് മുൻപായിട്ട് അപ്പൻ്റെ സ്നേഹത്തിൻ്റെ കരം, വിടുതലിൻ്റെ കരം തൻ്റെ മക്കളുടെ മേൽ നീട്ടണമേ. അത്ഭുത വഴികളെ തുറക്കണമേ. ഒരിക്കലും വറ്റാത്ത നീരർവ എൻ്റെ സ്വർഗം തൻ്റെ മക്കൾക്ക് മുൻപിൽ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യഭാരങ്ങളുടെ നടുവിൽ കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ മാനിക്കണമേ കർത്താവേ. ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടി വലയുന്ന ജീവിതങ്ങളുണ്ട്. ആമേൻ, ഹല്ലേലൂയ കർത്താവേ.
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പൻ്റെ സന്നിധിയിൽ ആ വിഷയം ഏൽപ്പിക്കുകയാ. പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ച വിഷയമാ കർത്താവേ. ഞങ്ങൾ ദൂരസ്ഥരെങ്കിലും അങ്ങ് സമീപസ്ഥനാ. ഹല്ലേലൂയ. അങ്ങയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചയക്കുന്നു. തൻ്റെ മക്കളുടെ മേൽ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കലവറ തുറന്നു കൊടുത്ത് മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. അത്ഭുതങ്ങളെ ചെയ്ത ദൈവത്തെക്കുറിച്ച് സാക്ഷീകരിപ്പാൻ തക്കണം വലിയവ ചെയ്യുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. വിവാഹത്തിന് ആഗ്രഹിക്കുന്ന മക്കൾക്ക് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കാൻ സഹായിക്കണം. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളുമാറാകണം. സുഖപ്രസവം നൽകി ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കുമാറാകണം. കടഭാരത്തിന് നടുവിൽ കൂടി വലയുന്ന ജീവിതങ്ങളുടെ മേൽ അത്ഭുതങ്ങളെ ചെയ്യുമാറാകണം. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം നൽകി അനുഗ്രഹിക്കണം. വാടകള ഭവനങ്ങളിൽ കഴിയുന്നവരുടെ മേൽ ഹല്ലേലൂയ കർത്താവിൻ്റെ അനുഗ്രഹത്തെ പകരണേയെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഹല്ലേലൂയ മാറ്റി എല്ലാ മക്കൾക്കും കർത്താവിൻ്റെ കലവറ തുറന്നു കൊടുത്ത് മതിവരുവോളം കാര്യങ്ങളെ ക്രമീകരിച്ച് ഭംഗിയായി നടപ്പാൻ തക്കണ സ്വർഗ്ഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങളുണ്ട്. നിൻ്റെ ദിവ്യ സമാധാനം ആഗ്രഹിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും കർത്താവേ നിൻ്റെ അനുഗ്രഹത്തെ പകരണമേ, സമാധാനത്തെ കൽപ്പിക്കണമേ, സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും പേരുപേരായി സമർപ്പിക്കട്ടെ. സ്വർഗീയ സാന്നിധ്യം കൊണ്ടവരെ പൊതിയുമാറാകണം. ശത്രുവരെ കാണല്ലെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പൈതങ്ങളെയെല്ലാം അനുഗ്രഹിച്ച് വളർത്തി തരണം. ബാലപേടയിൽ നിന്ന് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിച്ചാട്ട്. ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിച്ചാട്ട്. നിൻ്റെ ദൂതന്മാരാൽ ഞങ്ങളെ കാവൽ ചെയ്താട്ട്. പകർച്ചബാധകളിൽ നിന്നുള്ള ഞങ്ങളെ വിടുവിച്ചാട്ട്. ഞങ്ങളുടെ ദേശത്തിന് മേൽ സൗഖ്യമയച്ചാട്ട് കർത്താവേ. യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ജലപ്രളയത്തിൽ നിന്നും ദൈവം ഞങ്ങളെ, ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ രാജ്യങ്ങളെ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനർത്ഥം വിതച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ പ്രദേശത്തെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നീ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ദൈവമാ. ആമേൻ ഹല്ലേലൂയ കർത്താവേ. ആമേൻ ഹല്ലേലൂയ. അഗ്നിയുടെ നടുവിൽ നീ ഇറങ്ങണമേ കർത്താവേ. കോപത്തിൻ്റെ വടി നീട്ടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എല്ലാത്തിനും ശമനം കൽപ്പിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. നശിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാപ്പാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം കർത്താവേ. അതിൻ്റെ നടുവിൽ കരയുന്ന ജീവിതങ്ങളോട് മനസ്സറിയണമേ. അപ്പോൾ മനസ്സറിയണമേ, കരുണ തോന്നണമേ. എല്ലാവരുടെയും മുഖം എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് ആയിരിക്കാൻ ഇടയാക്കിക്കാട്ട് കർത്താവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണം. ഒന്നിനും കുറവിടാതെ ഓരോ മക്കളെയും ക്ഷേമത്തോടെ പോറ്റി പുലർത്തണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. സാമ്പത്തിക നന്മ കൊണ്ട് 2025 ഓരോ മക്കളെയും നിറച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യാത്ര ചെയ്യുന്ന എല്ലാ മക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെ യാത്രകളിൽ കർത്താവ് കൂടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ് പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾ, കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. പുതിയ സന്തോഷവും സമാധാനവും എല്ലാ സൗഖ്യവും സമൃദ്ധിയും കൊടുത്തെല്ലാവരെയും നിറച്ചാട്ട് കർത്താവേ. ഈ സമയം കർത്താവേ ഹല്ലേലൂയ മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന അനേക ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. സ്വർഗം രൂപാന്തരപ്പെടുത്തണമേ, മാനസാന്തരപ്പെടുത്തണമേ. ജീവിതത്തിൽ വ്യതിയാനമുണ്ടാകട്ടെ. കർത്താവിൻ്റെ വകയായി മാറട്ടെ. സ്വർഗം സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പനെ ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം ഓരോ ഹൃദയത്തിനും നൽകി പ്രത്യാശയോടെ ജീവിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, അങ്ങനെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയന്മാർ നാലും മറക്കാത്ത കർത്താവ് ഓരോ മക്കളെയും കാണുന്നതോർത്ത് സ്തോത്രം ചെയ്യുക കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ രോഗികളുമായ തിരുമുൻപാകെ കടന്നു വരുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് ലിവറിനും കുഴപ്പമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഓപ്പറേഷന് വിധേയപ്പെടുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ICUലും CCUലും വെൻറ്റിലേറ്ററിലും കിടക്കുന്നവർ, ആസ്മ രോഗികൾ, തൈറോയിഡ് ഉള്ളവർ, അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ബ്ലീഡിംഗ് ഉള്ളവർ, ഉറക്കമില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, കാഴ്ചയും കേൾവിയും ഓർമ്മയും ഇല്ലാത്തവർ, അപ്പാ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. പല്ലിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, ചെവിയുടെ ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, ഹല്ലേലൂയ യൂറിനറി ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ എൻ്റെ അപ്പൻ
അപ്പൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരിക. സ്വർഗം സൗഖ്യദായകനാ, അങ്ങ് മരുന്നും വൈദ്യനുമാ. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവിടുന്ന് തൊട്ടാൽ മതി, ഞങ്ങൾക്ക് വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. കർത്താവേ, ഓരോ ജീവിതങ്ങളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ICUലും CCUലും വെന്റിലേറ്ററിലും കിടക്കുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണം. ഡെലിവറി റൂമിലായിരിക്കുന്ന മക്കളോട് കരുണ കാണിക്കുമാറാകണം. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം സ്തോത്രം. കർത്താവേ, അങ്ങനെ വിവിധ രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്ന ഓരോ മക്കളുടെ മേലും തമ്പുരാൻ്റെ ആണിപ്പഴുതുള്ള കരമൊന്ന് വെച്ചുകൊണ്ട് സൗഖ്യപ്പെടുത്തിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. കർത്താവേ, തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൂരത്തും ചാരത്തുമായ ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ട മക്കളുമുണ്ട്. അനാഥരായ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടപ്പാ. വിജയമാർഗം തേടി കടന്നു പോയിരിക്കുന്ന സ്ഥാനങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യത്താൽ ഓരോ മക്കളെയും നിറച്ചു കൊള്ളണമെന്നും പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിഞ്ഞ ഓരോ മക്കളെയും കരുതണമേ. സ്വർഗീയ സമാധാനവും സൗഖ്യമായിക്കണമേ. എൻ്റെ കർത്താവെ, കരുണയോടെ എല്ലാവരെയും കാത്തുകൊള്ളണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശത്രു ആരെയും കാണരുതേ, ദുഷ്ടപിശാചാരെയും തുടരുതേ, അസ്വസ്ഥത കെടുത്തുന്നൊന്നും കടന്നു വരരുതേ. തമ്പുരാനെ, അരുതാത്തതിലൊന്നും അകപ്പെട്ടുവാൻ അനുവദിക്കരുതേ. ഞങ്ങളുടെ യുവതിവാക്കന്മാരെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പൈതങ്ങളെ അനുഗ്രഹിച്ച് വളർത്തിത്തരണമേ. അവരുടെ ഭാവി ഏറ്റവും ശോഭനമായി തീരാൻ ഇടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ചലനേറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഓരോ വേദനാ വിഷയം സ്വർഗം ഏറ്റെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നിറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ വിട്ടുവയ്ക്കുന്ന ദൈവമാകിയാൽ ഹൃദയ തകർച്ചയോടെ ആയിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരുണയുടെ കരം നീട്ടുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.